രണ്ടും സേവനം തന്നെയാണ്. അല്ല ഏത് ഏത് ജോലിയായാലും സേവനം തന്നെയാ. പക്ഷെ നമ്മള് എപ്പഴും പറയാറില്ലേ ജയ് ജവാൻ ജയ് കിസാൻ. സീസൺ അനുസരിച്ച് 365 ദിവസവും കൃഷി ചെയ്യുന്നുണ്ട്. 10 ഏക്കറിനിടയ്ക്ക് കൃഷി ചെയ്യുന്നു. മെയിനായിട്ട് ഇപ്പോൾ പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ ഇതാണ് ഈ വേനൽക്കാലത്തിന് ജ്യൂസിനും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് കൂടുതല് നമ്മുടെ പൊട്ടുവെള്ളരിയാണ് ഈ സീസണിൽ ഇവിടെ ഈ പ്രദേശം ചേർത്തല, എറണാകുളം ഭാഗത്ത് കൂടുതൽ ചിലവാകുന്നത്. അപ്പോൾ അതൊരു 5 ഏക്കറോളം പൊട്ടുവെള്ളരി കൃഷിയുണ്ട്. ഒപ്പം തന്നെ ഒരു 2 ഏക്കറോളം പിന്നെ തണ്ണിമത്തൻ കൃഷിയുണ്ട്. ഈ 8 ഏക്കർ കൃഷി എന്ന് പറഞ്ഞാൽ ഒന്നിച്ചല്ല ചെയ്യുന്നത്. പല ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതിൻ്റെ ആയാലും വിത്ത് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രതിരോധ ശക്തി കൂടുതലുള്ള, കൂടുതൽ വാട്ടരോഗങ്ങൾ വരാത്ത ഇനം ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇതാണ് ഞാൻ വാങ്ങുന്നത്. എൻ്റെ കൃഷിയിടത്തിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഞാൻ തന്നെ നേരിട്ട് ഉള്ള വിപണന മാർഗമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. 10 ഏക്കറിൽ പട്ടാളച്ചിട്ടയോടെ പച്ചക്കറി കൃഷി. 2016 25 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിൻ്റെ വിരമിക്കൽ ചടങ്ങിൽ എന്താണ് ഭാവി പരിപാടി എന്ന ചോദ്യത്തിന് സോജകുമാർ ഉത്തരം നൽകിയത് വീണ്ടും രാജ്യസേവനം എന്ന് തന്നെയായിരുന്നു. അത് പക്ഷേ അതിർത്തിയിൽ യൂണിഫോമിലല്ല, മണ്ണിൽ കർഷകനായി വീണ്ടും രാജ്യത്തെ സേവിക്കണമെന്ന്. ഇന്ത്യൻ ആർമിയിലെ അതിർത്തി സുരക്ഷാ വിഭാഗത്തിൽ സിഗ്നൽ കോർ സുബൈദാറായിരുന്ന സോജകുമാർ എന്ന ജവാൻ ഇന്ന് മണ്ണിനെ മാറോട് ചേർത്ത് കൃഷിയെ സേവന മനോഭാവത്തോടുകൂടി സമർപ്പിക്കുന്ന സജീവ കർഷകനാണ്. ജവാനായി സേവനം പൂർത്തിയാക്കി കഴിഞ്ഞ 10 വർഷമായി കിസാനായി സേവനം തുടരുകയാണ് സോജകുമാർ. മുത്തച്ഛന്മാരായിട്ട് അവരെല്ലാവരും വളരെ, അച്ഛൻ്റെ വീട്ടിൽ നിന്നായാലും അമ്മയുടെ വീട്ടിലായാലും എല്ലാവരും തന്നെ മുത്തച്ഛന്മാരെല്ലാവരും കൃഷിക്കാരായിരുന്നു. അന്ന് തൊട്ട് നമ്മൾ ഈ കൃഷി പട്ടാളത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഈ കൃഷി രീതികൾ കണ്ടും ചെയ്തും പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പട്ടാളത്തിൽ പോയത്. അത് കഴിഞ്ഞ് 2016 വന്നതിന് ശേഷമാണ് നമ്മൾ ഈ കാടക്കോഴി വളർത്തലും ഇങ്ങനെ ചെറിയ രീതി കൃഷി ചെയ്തു തുടങ്ങിയത്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഉൽപ്പന്നങ്ങൾ കൂടുതൽ കിട്ടുക, അതിന് വിളവ് നല്ലപോലെ കിട്ടാനും തുടങ്ങി. അപ്പോഴത്തേക്ക് എനിക്കൊരു ഐഡിയ തോന്നി, ഇത് ശാസ്ത്രീയമായി ഒന്ന് വിപുലപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ 2023 ഞാൻ മെയിനായിട്ട് വലിയ രീതിയിൽ കൃഷിയിലേക്ക് ഇറങ്ങിയത്. കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെയാണ് തരിശു സ്ഥലങ്ങൾ പച്ചക്കറി കൃഷിക്ക് പ്രയോജനപ്പെടുത്തുന്നത്. കൃഷി വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും പൂർണ്ണ പിന്തുണ എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. സാങ്കേതിക സാമ്പത്തിക സഹായങ്ങളും നിർദ്ദേശങ്ങളുമായി കൃഷി വകുപ്പിൻ്റെയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയും അകമഴിഞ്ഞ പിന്തുണ ഈ കാർഷിക വിജയങ്ങൾക്കൊപ്പം കൂടെയുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ കൃഷി വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ആണെങ്കിലും നമ്മൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഭാഗമായിട്ടുള്ള മൾച്ചിങ് പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഹൈബ്രിഡ് പച്ചക്കറി കൃഷി വികസന പദ്ധതികളിലും, അതുപോലെ സമഗ്ര പച്ചക്കറി ഉത്പാദന യജ്ഞം പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയും, നമ്മുടെ പഞ്ചായത്ത് തല ജനകീയാസം പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയും മറ്റും വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് അദ്ദേഹത്തിന് നമ്മൾ നൽകുന്നത്. അദ്ദേഹത്തിന് നമ്മൾ കൃത്യസമയത്ത് അദ്ദേഹം മണ്ണ് പരിശോധിച്ചും, അതുപോലെ വിവിധ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവും അതിനുള്ള പ്രതിവിധിയും കൃത്യ അളവിൽ വളവും സമയത്ത് തന്നെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങളും എല്ലാം അദ്ദേഹം കൃത്യമായി പരിപാലിച്ചു പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടം എല്ലാവർക്കും മാതൃകയായി തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും പാട്ടത്തിനും മറ്റും എടുത്തും അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. 2023 1.5 ഏക്കറിൽ വ്യാവസായിക കൃഷിയിലേക്ക് തുടക്കം കുറിച്ചു. പരമ്പരാഗത കൃഷിയും ആധുനിക കൃഷിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കാർഷിക രീതിയാണ് സോജകുമാർ അവലംബിക്കുന്നത്. 1 ഏക്കറിൽ തുടങ്ങിയ കൃഷി ഇന്ന് 10 ഏക്കറോളം എത്തിയിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളി കാർഷിക ബ്ലോക്കിലെ ചേന്നം, പള്ളിപ്പുറം, തൈക്കാട്ടുശ്ശേരി എന്നീ കൃഷിഭവൻ പരിധികളിൽ വിവിധ ഇടങ്ങളിലായാണ് സോജകുമാറിൻ്റെ കൃഷി. സീസൺ അനുസരിച്ച് 365 ദിവസവും കൃഷി ചെയ്യുന്നുണ്ട്. ഓണക്കാലാവുമ്പോൾ പൂക്കൃഷികളും ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷി, പിന്നെ നമ്മുടെ ഇടവിളയായിട്ടോ പിന്നെ ചേമ്പ്, കാച്ചിൽ, ഇങ്ങനെയുള്ള എല്ലാ കൃഷിയും ചെയ്ത് ഇപ്പോൾ ഒരു 8 ഏക്കർ തൊട്ട് 10 ഏക്കറിനിടയ്ക്ക് കൃഷി ചെയ്യുന്നു. മെയിനായിട്ട് ഇപ്പോൾ പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ ഇതാണ് ഈ
വേനൽക്കാലത്തിന് ജ്യൂസിനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് കൂടുതൽ നമ്മുടെ പൊട്ടുവെള്ളരിയാണ് ഈ സീസണിൽ ഇവിടെ ഈ പ്രദേശം ചേർത്തല എറണാകുളം ഭാഗത്ത് കൂടുതൽ ചിലവാകുന്നത്. അപ്പോൾ അതൊരു 5 ഏക്കറോളം പൊട്ടുവെള്ളരി കൃഷിയുണ്ട്. ഒപ്പം തന്നെ ഒരു 1.5-2 ഏക്കറോളം പിന്നെ തണ്ണിമത്തൻ കൃഷിയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പച്ചക്കറികൾ, തക്കാളി. പിന്നെ എനിക്ക് എൻ്റെ ഏറ്റവും ഷോക്ക് ചെയ്യുന്ന ഒരു കൃഷിയാണ് തക്കാളി കൃഷി. തക്കാളി കൃഷി പലർക്കും പരാജയമാണെങ്കിൽ എനിക്കിവിടെ നല്ല വൻ വിജയം തന്നെയാണ്. തക്കാളിയിൽ നിന്ന് എനിക്ക് നല്ല വരുമാനമുണ്ട്. അതുപോലെ തന്നെയാണ് വെണ്ട കൃഷി, പിന്നെ വഴുതന, കുറ്റിപ്പയർ, അങ്ങനെ പാവൽ, പടവലം, വെള്ളരി, മത്തൻ, ഇളവൻ, ഇങ്ങനെ വേണ്ട നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ സൈസ് പച്ചക്കറികളും ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൃഷിയിൽ ഇടവേളകളില്ല. വർഷം മുഴുവൻ കൃഷി എന്നതാണ് സോജകുമാറിൻ്റെ രീതി. പാടങ്ങളിൽ വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ചാണ് കൃഷി. പല പല ഘട്ടങ്ങളിലായാണ് കൃഷി. ഒരു സ്ഥലത്ത് തൈ നടുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വിളവെടുപ്പ് തുടങ്ങും. ഇങ്ങനെ ചെയിൻ കൃഷി അവലംബിക്കുന്നതിനാൽ വർഷത്തിൽ എല്ലാ ദിവസവും പച്ചക്കറികളുടെ ലഭ്യത ഉണ്ടായിരിക്കും. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും 2 പ്രശ്നങ്ങളാണ് ഏറ്റവും വലുത്. ഒന്ന് വിപണി കണ്ടെത്തുക, 2 പിന്നെ നമ്മുടെ കീടങ്ങളിൽ നിന്നുള്ള പിന്നെ മോചനം. അപ്പോൾ ഇത് ഒന്ന് വിപണി കണ്ടെത്തുക എന്നുള്ളതിന് നമ്മൾ ഈ 8 ഏക്കർ കൃഷി എന്ന് പറഞ്ഞ് ഒന്നിച്ചല്ല ചെയ്യുന്നത്, പല ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ചേർത്തല താലൂക്ക് പ്രദേശത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടശേഖരങ്ങളിലെ പാടത്ത് വെള്ളം വറ്റുന്നതനുസരിച്ചാണ് കൃഷി ചെയ്യുന്നത്. തൂമ്പ ഉപയോഗിച്ച് മണ്ണ് കോരിയാണ് പരമ്പരാഗത കൃഷി രീതികൾ ചെയ്യുന്നത്. പാടങ്ങളിലാണ് ഇത് പ്രധാനമായും ചെയ്യുന്നത്. കരയിൽ പ്രധാനമായും ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതിയാണ് ഇദ്ദേഹം അവലംബിക്കുന്നത്. പറമ്പ് ട്രാക്ടർ ഉപയോഗിച്ച് വൃത്തിയാക്കിയ ശേഷം വരമ്പ് കോരി കോഴിവളങ്ങളും മറ്റ് ജൈവവളങ്ങളും ഇട്ട ശേഷം വരമ്പ് മൂടി ഡ്രിപ്പ് പൈപ്പുകളിട്ട് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ച് പുതയിടും. ടൈമർ ഉപയോഗിക്കുന്നതിനാൽ കൃത്യമായ ഇടവേളകളിൽ ഓട്ടോമാറ്റിക്കായി ചെടികളുടെ ചുവട്ടിൽ വെള്ളമെത്തിക്കൊള്ളും. ആധുനിക കൃഷിരീതികളുടെ സാങ്കേതിക വിദ്യകൾ കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിരീതികൾ. ആരോഗ്യമുള്ള ചെടിയിൽ കീടങ്ങളും നന്നേ കുറവായിരിക്കും. വളരെയധികം ശ്രദ്ധ വേണ്ട കൃഷിയാണ് പച്ചക്കറി കൃഷി. എല്ലാ ദിവസവും കൃഷിയിടങ്ങളിൽ എത്തണം. കൃത്യമായ സമയങ്ങളിൽ പ്രൂണിംഗ് നടത്തിയും രോഗം ബാധിച്ചവ പിഴുതു കളഞ്ഞും കീടങ്ങളെ തുരത്തിയും ഒരു അതിർത്തിയിൽ നിൽക്കുന്ന ജവാന്റെ ശ്രദ്ധ പോലെ തന്നെ കൃഷിയിടങ്ങളിലും പൂർണ്ണ സമയം ശ്രദ്ധാലുവായിരിക്കണമെന്നാണ് സോജകുമാറിൻ്റെ അഭിപ്രായം. വഴുതനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വഴുതനയുടെ താഴെയുള്ള ആവശ്യമില്ലാത്ത ഇലകൾ, പ്രായമായതും അല്ലാത്ത നിലത്ത് മുട്ടിക്കിടക്കുന്നതായിട്ടുള്ള എല്ലാ ഇലകളും കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ തക്കാളി കൃഷിക്കാണെങ്കിലും ശരി, തക്കാളിയുടെ ഒരില പോലും നമ്മൾ നിലത്ത് മുട്ടാതെ തന്നെ വള്ളിയിൽ ഇപ്പോൾ കാണാവുന്നതാണ്, വള്ളി കെട്ടിക്കൊടുത്ത് അതുമേൽ നിലത്ത് ഒരു കാരണവശാലും തക്കാളിയോ തക്കാളിയുടെ ചെടിയുടെ ഒരു തണ്ടോ മുട്ടാനുള്ള അവസരം കൊടുക്കാതെ അത് പ്രൂൺ ചെയ്ത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് കീടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ജൈവ കീടനാശിനികളായ പിന്നെ അഗ്രോപ്ലസോ പിന്നെ അതുപോലെ തന്നെ വേപ്പെണ്ണ, പിന്നെ വെളുത്തുള്ളി മിശ്രിതം, ഇത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് സ്പ്രേ ചെയ്ത് ചെടിയിൽ പിന്നെ പുഴു വന്നാലേ സ്പ്രേ ചെയ്യുമെന്നുള്ളതല്ല, ഒരു 15 ദിവസം കൂടുമ്പോഴും വേപ്പെണ്ണ മിശ്രിതം നമ്മൾ ഇടയ്ക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിയിൽ വരെ നമുക്ക് കീടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പറ്റും. കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിത്താണെങ്കിലും തൈ ആണെങ്കിലും പ്രതിരോധശേഷി കൂടിയ ഇനങ്ങൾ മാത്രമേ നടാവൂ. ഓരോ ചെടിയുടെയും പരിചരണം വ്യത്യസ്തമാണ്. മൂലകങ്ങളുടെ അഭാവം കൃത്യമായി മനസ്സിലാക്കി പരിഹരിക്കുകയാണ് കൃഷിയുടെ വിജയം. ഏതിൻ്റെ ആയാലും വിത്ത് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രതിരോധ ശക്തി കൂടുതൽ വാട്ടരോഗങ്ങൾ വരാത്ത ഇനം ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇതാണ് ഞാൻ വാങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി താഴെ വീണ് മണ്ണിൽ മുട്ടി ഇതിൻ്റെ കായുണ്ടായാൽ തന്നെ അഴുകിപ്പോവുക, അല്ലെങ്കിൽ തണ്ടഴുകിപ്പോവുക, ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാൻ കൂടുതൽ സാധ്യത നമ്മുടെ മണ്ണിന് അമ്ലത്വം കൂടുതലുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള സാധ്യതകൾ കൂടുതലാണ്. 4 സ്ഥിരം തൊഴിലാളികൾ എപ്പോഴും തോട്ടത്തിലുണ്ടാവും. കൂടാതെ ജോലി അനുസരിച്ച് കൂടുതൽ ആളുകളെ ജോലി ഏൽപ്പിക്കും. ഇതുകൂടാതെ
പാണാവള്ളി കൃഷിശ്രീ സെന്ററിലെ തൊഴിലാളികളെയും ആശ്രയിച്ചാണ് കൃഷി പരിപാലനം. ഫിഷ് അമിനോ ആസിഡും വേപ്പധിഷ്ഠിത എണ്ണയും കൃത്യമായ സമയങ്ങളിൽ സമ്പൂർണ്ണയും മൈക്രോ ന്യൂട്രിയൻസും ഉപയോഗിച്ചാൽ തന്നെ ഒരു പരിധിവരെ രോഗങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത്രയും വിപുലമായ ഒരു കൃഷി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത, അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞതാണ്. അത്രയും ആത്മാർത്ഥമായി അദ്ദേഹം കൃഷി ചെയ്തു വരുന്നു. കൂടാതെ ഇദ്ദേഹം തന്നെ ഇതിനുള്ള വിപണന രീതിയും അവലംബിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ തന്നെ കൃഷി ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റായിട്ട് കർഷകർക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ SHM പദ്ധതി, അതായത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു മൊബൈൽ വെൻഡിങ് കാർട്ടും ഉടനെ തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനുള്ള വിപണന സഹായം എന്നുള്ള രീതിയിലും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും പച്ചക്കറി വികസന പദ്ധതിയുടെയും ധനസഹായം നൽകുവാനും ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടുള്ള കൃഷി സഹായം നൽകുവാനും ആത്മ ഫാം പ്ലാൻ, BPKP പദ്ധതി എന്നിവയുടെയും ഗുണഭോക്താവാണ് സോജകുമാർ. കൃഷിഭവൻ ഉദ്യോഗസ്ഥരും സന്ദർശനങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളുമായി എപ്പോഴും കൂടെയുണ്ട്. 2016 അദ്ദേഹം നമ്മുടെ പഞ്ചായത്തിലെ കൃഷിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നമ്മളെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികളിൽ അദ്ദേഹം ഏർപ്പെടുന്നുണ്ട്. SHM പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മൾച്ചിങ്, അതുപോലെ തന്നെ കൃത്യത കൃഷി, അതുകൂടാതെ തന്നെ നമ്മളെ പച്ചക്കറി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പച്ചക്കറി കൃഷി വികസന പദ്ധതിയിൽ അദ്ദേഹത്തിന് നമുക്ക് സഹായം എത്തിക്കാൻ കഴിയുന്നുണ്ട്. കൂടാതെ പഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ അദ്ദേഹത്തിന് സഹായം എത്തിക്കാൻ കൃഷി വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. സോജകുമാറിനൊപ്പം അമ്മ സരസ്വതി അമ്മയും ഭാര്യ ബബിതയും കൃഷിയിലും വിളവെടുപ്പിലും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. മകൻ കാശിനാഥും പഠന സമയം ക്രമീകരിച്ച് സമയം കിട്ടുമ്പോഴെല്ലാം കൃഷിയിടത്തിലേക്ക് ഓടിയെത്തും. കളകൾ പറിച്ചു മാറ്റുന്നതിനും പച്ചക്കറികൾ വിളവെടുക്കുന്നതിനും പരിപാലിക്കുന്നതിനുമെല്ലാം കുടുംബം മുഴുവൻ രാവിലെ മുതൽ തോട്ടത്തിൽ സജീവമാണ്. ഓരോ വിളവെടുപ്പും ഇവിടെ ആഘോഷമാണ്. കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് ഈ വിളവെടുപ്പ്. വീട്ടുകാരും നാട്ടുകാരും കൃഷി ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നാണ് വിളവെടുപ്പിൽ പങ്കാളികളാകുന്നത്. കഷ്ടപ്പാടിൻ്റെ മേൽ വിജയം വരിക്കുന്ന ഇത്തരം വിളവെടുപ്പുകൾ എന്നും മധുര സ്മരണ തന്നെയാണ്. മികച്ച വിളവ് കിട്ടിയപ്പോഴും ഉൽപ്പാദനം വർദ്ധിച്ചപ്പോഴും വിപണനവും ഏറ്റെടുത്തു. വിപണനം നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എന്നതാണ്. വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ ചേർത്തല അരൂക്കുറ്റി റോഡിൽ പള്ളിപ്പുറം കൃഷിഭവന് സമീപം മാവിൻ ചുവട് ജംഗ്ഷനിൽ ഒരുക്കിയ വിപണന കേന്ദ്രം വഴിയാണ് വിൽക്കുന്നത്. ഇടനിലക്കാരില്ലാതെ നേരിട്ടാണ് വിപണനം. കർഷകനും ഉപഭോക്താവിനും ഇത് നേട്ടം തന്നെയാണ്. വിപണനത്തിൽ സഹായിയായി സുഹൃത്തായ ശശികുമാറിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതലുള്ള പച്ചക്കറികൾ VFPCK വിപണി വഴിയും വിൽക്കുന്നുണ്ട്. എൻ്റെ കൃഷിയിടത്തിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഞാൻ തന്നെ നേരിട്ട് ഉള്ള വിപണന മാർഗമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ജനുവരി മാസം തൊട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന VFPCKയും സാധാരണ മറ്റ് വഴിയോര കച്ചവടക്കാരെയാണ് ഞാൻ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉൽപ്പന്നങ്ങൾ കൂടിയത് കൊണ്ട് അത് തന്നെയല്ല, മറ്റൊരാൾക്കൊരു സുഹൃത്തിനു കൂടെ ഒരു തൊഴിലവസരം കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. എൻ്റെ ഒരു സുഹൃത്തായ ശശികുമാർ എന്ന് പറയുന്ന ആളെയാണ് ഞാൻ റോഡ് സൈഡിൽ, ഷോപ്പൊന്നുമില്ല, വഴിയോര കച്ചവടമായിട്ട് ഞങ്ങൾ ഇരുത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഇവിടുന്ന് എടുക്കുന്നത് നേരിട്ട് നമ്മുടെ പള്ളിച്ചന്ത, പള്ളിപ്പുറം പള്ളിക്ക് വടക്ക് വശമായിട്ട് മാവിൻചോട് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൻ്റെയും ഇടയ്ക്കായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ കാഴ്ചപ്പാടിൽ കൃഷിയും സേവനമാണ്. അതിർത്തി സംരക്ഷിക്കുന്ന ജവാന്റെ സേവനത്തോളം മഹത്തരമാണ് ഓരോ കർഷകനും നൽകുന്നത്. നല്ല ഭക്ഷണം മറ്റുള്ളവർക്കായി ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നതും രാജ്യസേവനം പോലെ മഹത്തരമാണ്. കൃഷിയിലേക്ക് പാഷൻ മൂലമാണ് വന്നതെങ്കിൽ ഇപ്പോൾ സന്തോഷവും ഒപ്പം വരുമാനവും ലഭിക്കുന്ന ഒരു മേഖലയായി ഇത് മാറിയിരിക്കുകയാണ്. ഒരു സൈനികൻ മണ്ണിനെ സംരക്ഷിക്കുമ്പോൾ അത് വെറും കൃഷിയല്ല, അതൊരു സമർപ്പണം കൂടിയാണ്. അതിരുകാക്കുന്ന സൈനികനും കതിരുകാക്കുന്ന കർഷകനും നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷകരാണ്. ജയ് ജവാൻ, ജയ് കിസാൻ.
ജവാൻ ജയിക്കട്ടെ, കർഷകനും വിജയിക്കട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 9048377396.